പത്തനംതിട്ട നഗരസഭയുടെ അധികൃതരുടെ കടുത്ത അവഗണനയിൽ വീർപ്പുമുട്ടുകയാണ് വെട്ടിപ്രം കൊന്നമൂട് നിവാസികൾ. തകർന്നു തരിപ്പണമായ റോഡും വലിയ തോടും നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. നഗരസഭയുടെ 4ഉം 5ഉം വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഈ പ്രദേശത്തെ ദുരിത കാഴ്ചകളിലേക്കാണ് ഇനി. പത്തനംതിട്ട വെട്ടിപ്പുറം റിംഗ് റോഡ് സർക്കിളിൽ നിന്നും തുടങ്ങുന്ന വെട്ടിപ്പുറം കൊന്നമൂട് റോഡ് ഇന്ന് സഞ്ചാരയോഗ്യമല്ലാഞ്ഞിട്ട് നാളുകളേറെയായി. 1 കിലോമീറ്റർ നീളമുള്ള ഈ പാതയുടെ 400 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തെങ്കിലും ബാക്കിയുള്ള ഭാഗമെന്നും മൺറോഡായി തുടരുന്നു. കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളാകട്ടെ പലയിടത്തും പൊളിഞ്ഞിളകി കുഴികളായി മാറി. റോഡിനോളം തന്നെ വീതിയുള്ള വലിയ തോടിന്റെ അവസ്ഥയും പരിതാപകരമാണ്. നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കല്ലുമെല്ലാം കൂടി ഇങ്ങനെ കിളന്നുമെല്ലാം കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം കവിഞ്ഞു പോവാണ്. കുഞ്ഞുങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോഴും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. തോടിന്റെ തിട്ടകൾ ഇടിഞ്ഞു വീണും മണ്ണടിഞ്ഞുകൂടിയും ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തി തോട് കയ്യേറി മതിൽ നിർമ്മിച്ചത് ഒഴുക്കിനെ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഏരിയയിൽ തന്നെ കുറേ ആൾക്കാർ പാരലൈസ് ആയിട്ട് കിടക്കുന്ന 2-3 പേരുണ്ട്. പിന്നെ അതുപോലെ വയസ്സായ ഓരോ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ പോകാനും വരാനും ഒരു അത്യാഹിതം വന്നാൽ പോകാനും വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാർജ് കൂടുതൽ വയ്ക്കും, അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ആൾക്കാരെ അങ്ങോട്ടും വരും. ഗ്യാസ് വരുന്നില്ല ഇവിടെ. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ റോഡ് കൊണ്ടുണ്ടാകുന്നത്. പിന്നെ നമ്മുടെ വണ്ടി ഓടിച്ചു പോയി വണ്ടിക്കുണ്ടാകുന്ന മെയിൻ്റെനൻസ്, ഞങ്ങൾക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ഇത് തുടർച്ചയായി ഒരു പ്രാവശ്യം ഞങ്ങൾ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാതികൾ നൽകി മടുത്ത നാട്ടുകാർ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ്. ജനപ്രതിനിധികളുടെയും നഗരസഭയുടെയും മെല്ലപ്പോക്ക് നയം പ്രദേശവാസികളുടെ ക്ഷമ നശിപ്പിച്ചിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയാത്തവർക്ക് വോട്ട് നൽകേണ്ടതില്ലെന്നാണ് ഇവരുടെ തീരുമാനം. ഞങ്ങളുടെ ഈ ഭാഗത്ത് കിടക്കുന്നത് എല്ലാ ജാതി മതസ്ഥരും ഉള്ള സ്ഥലമാണിത്. ഞങ്ങൾ ഒറ്റക്കെട്ട് പോലാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ നഗരസഭ തയ്യാറാകുമോ അതോ വോട്ട് ബഹിഷ്കരണമെന്ന കടുത്ത തീരുമാനത്തിലേക്ക് നാട്ടുകാരെ തള്ളിവിടുമോ എന്ന് കണ്ടറിയണം. മീഡിയ 1 പത്തനംതിട്ട.